അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് കണ്ടില്ല രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് സാധാരണ ഉപ്പുമാവ് റവ എടുത്തിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാം. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒരു ഗ്ലാസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. റവ ഒരുവിധം നന്നായിട്ട് നനഞ്ഞു വരത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം. രാവിലെ എളുപ്പമല്ല, നമുക്ക് ദോശയൊന്നും അരി ഉഴുന്നും അരച്ചൊന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് സമയം മതി നമുക്ക് നല്ല ദോശ ഉണ്ടാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരച്ചെടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് കട്ടയുണ്ടെങ്കിൽ നമുക്ക് അരിയുന്ന കൂട്ടത്തിൽ അതങ്ങ് ശരിയായിക്കോളും. ഇതിനി അടച്ചൊരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അരമുറി സവാള അരിഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് ചട്നിയോ കറിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായി ദോശ കഴിക്കാൻ. ഒരു മുറി തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തൈരാണ്. ഈ തൈര് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റവ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പാകത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. ഇനിയും ജാറിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ, സാധാരണ ദോശമാവിൻ്റെയൊക്കെ ആ പാകത്തിൽ അരച്ചെടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇളക്കിയേക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ഗ്ലാസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഇതിനകത്ത് വിട്ടുപോയതാണ് ചേർക്കാൻ. അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചെയ്തെന്ന് എടുക്കാൻ പറയാം, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചൂട് ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് നമുക്കിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കണം. അധികം പരത്താതെ നമുക്ക് സാധാരണ നമ്മൾ നാടൻ ദോശ പോലെ ചുറ്റൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ വയ്ക്കാൻ ശ്രദ്ധിക്കണം. മുകൾ വശമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണയോ, ഞാനിപ്പോൾ നെയ്യാണ് അല്പം തേച്ച് കൊടുക്കുന്നത്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. തിരിച്ചു വിടാം. കണ്ടില്ലേ, കളറൊക്കെ കണ്ടു, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല നാടൻ ദോശ തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണിത്. ഹോൾസ് വന്നതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വയ്ക്കാം. മിക്കവാറും നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നം രാവിലെ എന്നിട്ട് എന്താണെന്നുള്ളതിൽ അരി ഉഴുന്ന് അരച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ.
നമുക്കിതുപോലെ വളരെ ഈസിയായി രാവിലെ ഒരു ഗ്ലാസ് റവയും ചെറിയ ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.